എനിക്കറിയാവുന്ന ഒരു തോമാച്ചേട്ടനുണ്ട്. ചക്കത്തോമ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനൊരു മകനുണ്ട്, സുനി. അപ്പൊ ഈ തോമാച്ചേട്ടന്റെ തൊഴില് ഈ ചക്കയുടെ സീസൺ ആകുമ്പോൾ വീടുകളിലൊക്കെ വന്ന് ചക്ക പറിക്കുക, അത് മറിച്ചു വയ്ക്കുക, അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സുനി കൂട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് വൈകിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അപ്പൻ്റെ അടുത്ത് നിന്ന് ഇവൻ അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ വൈകിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പൊക്കോട്ടെ. അപ്പോൾ വേണ്ട, സിനിമയ്ക്കൊന്നും പോകണ്ട. അവനങ്ങ് തിരിച്ചുപോയി. 1 മണിക്കൂറിന് ശേഷം വീണ്ടും അവൻ വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ കൂട്ടുകാരെല്ലാവരും ഉണ്ട്, വൈകിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയി, ഞങ്ങൾ പൊക്കോട്ടെ. അപ്പം പറഞ്ഞു വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ വീണ്ടും മടങ്ങിപ്പോയി. 1 മണിക്കൂറിന് ശേഷം അവൻ വീണ്ടും വന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇനി ഒരിക്കലും ഞാൻ ചോദിക്കത്തില്ല, ഞങ്ങൾ തീരുമാനം എടുത്തുപോയി, ഞങ്ങൾ പൊയ്ക്കോട്ടെ പ്ലീസ്. അപ്പം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അങ്ങനെ നിരാശനായിട്ട് അവന്റെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് വേലിക്കലെ വന്ന് അവന്റെ കൂട്ടുകാർ ഷൂള പഠിക്കാൻ തുടങ്ങി. കാര്യം പോകാനുള്ള സമയമായി. അപ്പോൾ ഇവൻ അവസാനമായിട്ട് അപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അപ്പ ഇനി മേൽ ഞാൻ സിനിമയ്ക്കേ പോകത്തില്ല, ഈ ഒരൊറ്റ പ്രാവശ്യം എന്നെ അനുവദിക്കണം. അപ്പം പറഞ്ഞു, നീ ഇന്ന് സിനിമയ്ക്ക് പോകത്തില്ല, ഞാൻ വിടത്തുമില്ല. അയൽ കിടന്നിരുന്ന ഷർട്ടും എടുത്തിട്ടിട്ട് അവൻ അപ്പനോട് പറഞ്ഞു, അപ്പൻ ഇനി ഒരു കോപ്പും പറയണ്ട, ഞാൻ പോവാ. ആ പോക്ക് പോയതാണ്. ഇന്ന് അവൻ ചക്കസുനി എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം അപ്പൻ്റെ അതേ തൊഴിലാണ് അവൻ ഇന്ന് ചെയ്ത് ജീവിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ വൈദികരെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നാളേറെയായി ഈ സീറോ മലബാർ സഭയുടെ ചൈതന്യവും ഞങ്ങളുടെ ചൈതന്യവും ഒത്തുപോകുന്നില്ല. ഈ ലിറ്റർജി അത് ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലിറ്റർജി അല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പുറത്തു പോകണം, ഞങ്ങൾ ഈ സഭയിൽ നിന്ന് പോവുകയാണ്, ഞങ്ങൾക്ക് വേരിയന്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് മാറി മാറി വരുന്ന പിതാക്കന്മാര് അവരെ ചേർത്ത് നിർത്തുവാനായിട്ടാണ് പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ധൂർത്തപുത്രനെ ആ പന്നിക്കുഴിയിലേക്ക് പറഞ്ഞയച്ചത് സ്നേഹനിധിയായ പിതാവാണ്. പിതാവിനോട് വന്ന് അനുവാദം ചോദിച്ചപ്പോൾ പോകണ്ട എന്ന പിതാവ് പറഞ്ഞില്ല. മറിച്ച് അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവനെ പറഞ്ഞയക്കുകയും അതിനുശേഷം വഴിക്കണ്ണുമായിട്ട് അവന്റെ തിരിച്ചു വരവിന് വേണ്ടി ആ പിതാവ് കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ 2 കരങ്ങൾ നീട്ടി അവനെ ചെന്ന് സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ച് കാളക്കുട്ടിയെ കൊല്ലാനും സദ്യ ഒരുക്കാനും ആ പിതാവിന് ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല. അതാണ് സഭ. അപ്പോൾ ആ ധൂർത്തപുത്രനെ ഈ പന്നിക്കുഴിയിലേക്ക് പറഞ്ഞയക്കാതിരിക്കാനായിട്ടുള്ള കരുത്തും ആർജവവും ആ പിതാവിന് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നിട്ടും അവനെ പറഞ്ഞയച്ചു. കാരണം ആ പറഞ്ഞയക്കലിലാണ്, ആ പന്നിക്കുഴിയിലാണ് അവന് സുബോധം വീണ്ടും കിട്ടുന്നതും അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നതും. ആ ഒരു മടങ്ങി വരവ് ഒരിക്കലും തിരിച്ചു പോകാത്ത ഒരു മടങ്ങി വരവാണ്. പ്രിയ സിനഡിലെ അഭിവന്യ പിതാക്കന്മാരെ, ഇന്ന് ഞങ്ങളേറെ ദുഃഖിതരാണ്. കാരണം ഈ കർത്താവിൻ്റെ ബലി, പരിശുദ്ധ കുർബാനയെ വീണ്ടും വീണ്ടും നമ്മൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു രൂപതയിൽ തന്നെ 2 തരത്തിലുള്ള കുർബാന ഒരു സഭയ്ക്ക്, അത് ഒരു പള്ളിയിൽ തന്നെ 2 അടുപ്പ്, അങ്ങനെ ജനത്തെ വിഭജിച്ചുകൊണ്ടുള്ള ഈ ഒരു തീരുമാനം എന്തുകൊണ്ടും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത, ഞങ്ങളുടെയൊക്കെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവമായിപ്പോയി. എൻ്റെ അഭിപ്രായത്തിൽ ഈ വൈദികർക്കെതിരെ നടപടികൾ എടുക്കുന്നതിന് മുമ്പേ സിനഡിലെ ഏതാനും മെത്രാന്മാരുണ്ട്, അവരെ വിളിച്ചു വരുത്തി സിനഡിലെ മെത്രാന്മാർക്ക് എത്ര പേർക്ക് ഈ സീറോ മലബാർ സഭയെക്കുറിച്ച് അറിയാം, സഭയുടെ ലിറ്റർജിയെക്കുറിച്ച് അറിയാം, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാം? അറിയത്തില്ലെങ്കിൽ അവരെ വിളിച്ച് പഠിപ്പിക്കണം. അത് പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് സിനഡിന് പുറത്താക്കുകയും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് അവർ ഈ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഫലം. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ലിറ്റർജി, ഈ വിശുദ്ധ കുർബാന, അതിലെ അല്പസമയം നമ്മൾ, അല്ലെങ്കിൽ കുർബാനയുടെ സമയത്ത് മദ്ബഹയിലേക്ക് എന്തിനാണ് നോക്കിയിരിക്കുന്നത്, കിഴക്കോട്ട് എന്തിനാണ് നോക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സഭയെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സഭ വിട്ടു പോകണം ദയവ് ചെയ്ത്.
അതിനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. എന്നെങ്കിലും നിങ്ങൾക്ക് സുബോധം ഉണ്ടാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുവാനായിട്ട് ഈ സഭയ്ക്ക് സാധിക്കും. കാരണം ഇത് മനുഷ്യരുടെയോ ഈ മെത്രാന്മാരുടെയോ സഭയല്ല, ഇത് കർത്താവിൻ്റെ സഭയാണ്. രണ്ട് കരങ്ങളും നീട്ടി ആ പിതാവ് നിങ്ങളെ സ്വീകരിക്കും. അഭിമന്യ മെത്രാന്മാരോട് പറയാനുള്ളത്, നമുക്കറിയാം ജോസഫ് ഭൗവത്തിൽ പിതാവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു നിലപാടുകളും പ്രവർത്തനങ്ങളും നമുക്ക് വിസ്മരിക്കാറായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചില നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നതെന്നും എങ്ങനെയാണ് ഈ സഭയെ അദ്ദേഹം നോക്കിക്കണ്ടതെന്നും മനസ്സിലാക്കുവാനായിട്ട് ഇനിയും നമുക്കാവുന്നില്ലെങ്കിൽ അത് ഈ സഭയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ്, അദ്ദേഹത്തിന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നെങ്കിൽ ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ മറ്റു ശുശ്രൂഷകളിലെ വ്യാപൃതനാണെങ്കിൽ ഈ സഭയ്ക്ക് ലഭിക്കാവുന്ന ഒരു വലിയ സമ്പന്നത നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പല രൂപതകളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ അച്ഛന്മാരെയും ഇവിടുത്തെ അൽമായരെയും സ്ക്രൂ ചെയ്ത് റെസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെത്രാന്മാരെ നിങ്ങൾ ഒന്ന് ഓർക്കുക. ഈ പിതാവിൻ്റെ സ്ഥാനത്യാഗത്തിലൂടെ ഈ സഭയ്ക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അത് മനുഷ്യരുടെ മുമ്പിലായിരിക്കണമെന്നില്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി തന്നെ വരും. കാരണം നിങ്ങൾ കളിച്ച കളികളും നിങ്ങളുടെ വക്രബുദ്ധികളും എത്രമാത്രം ഈ സഭയെ പുറകോട്ട് നയിച്ചു എന്നുള്ളത് ഒരു സത്യമായിട്ട് ഈ ലോകത്തിൽ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അൽമായരായിട്ടുള്ള ഞങ്ങൾ സാധാരണ വ്യക്തികൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം നമ്മളെടുത്ത ഒരു നിലപാടുകൾ, 2 കുർബാന ഒരു പള്ളിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സമവായവും ആ ഒരു ചേർത്ത് നിർത്തലും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനും കൂടുതൽ ചേർത്ത് നിർത്തുവാനാണ് ഇവരെ ശ്രമിക്കുന്നത്. അത് ശരിയായ ഒരു നിലപാടല്ല സഭയെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരെ വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പോൾ അവർക്ക് ഏതെങ്കിലും അവസരത്തിൽ സുബോധമുണ്ടായി അവർ തിരിച്ചു വരികയും ഈ സഭയിലെ അവരോരോരുത്തരും വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. പുതിയ തീരുമാനങ്ങൾ ഇനിയും സമയം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരുത്താവുന്നതാണ്. ആർജവത്തോടെ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. താങ്ക് യു.